ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. ഭാവി ഇന്ത്യയെ കൂടുതൽ ശക്തമാക്കുന്നതിനായി നിരവധി ചരിത്രപരമായ പരിഷ്കാരങ്ങളാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 17ാമത് ലോക്സഭയുടെ അവസാനത്തെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കാനായതിലുൾപ്പെടെ ലോക്സഭാ സ്പീക്കർ ശ്രീ ഓം ബിർളയ്ക്ക് പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. 17ാമത് ലോക്സഭയിലെ അംഗങ്ങളുടെ സഹകരണത്തിന് ശ്രീ ഓം ബിർളയും ലോക്സഭയിൽ നന്ദി അറിയിച്ചു. കർഷകരും യുവാക്കളും സ്ത്രീകളും പാവപ്പെട്ടവരും വികസിത ഇന്ത്യയുടെ നെടുംതൂണുകളാണെന്നും അവരെ ശാക്തീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് വികസിത് ഗുജറാത്ത് പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മധ്യപ്രദേശ് സന്ദർശിക്കും. ഛാബോയിൽ 7300 കോടി രൂപയുടെ നിരവധി വികസന പദ്ധതികളുടെ സമർപ്പണവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും. സന്ദർശനത്തിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തൽ, വിവിധ പ്രാദേശിക അന്താരാഷ്ട്ര വിഷയങ്ങൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിൽ ഗോത്രവിഭാഗത്തിന്റെ പങ്ക് ഒഴിച്ചുകൂടാനാവാത്തതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ നടക്കുന്ന വാർഷിക ഗോത്ര സമ്മേളനമായ ആദി മഹോത്സവം 2024 ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്ര പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും സംഗമമാണ് ആദി മഹോത്സവമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പൌരത്വ ഭേദഗതി നിയമം വിജ്ഞാപനം ചെയ്ത് നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഈ നിയമം പൌരത്വം നൽകാനുള്ളതാണെന്നും ആരുടെയും പൌരത്വം എടുത്തുകളയുകയില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം നൽകുന്നതിന് ആവിഷ്കരിച്ച റോസ്ഗർ മേളയുടെ 12ാം ഘട്ടം മറ്റന്നാൾ നടക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി സംവദിക്കും. തിരുവനന്തപുരം പള്ളിപ്പുറം CRPF ആസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നിയമന ഉത്തരവുകൾ കൈമാറും. കേരളത്തിലെ വയനാട് മാനന്തവാടിയിൽ ഒരാളുടെ ജീവനെടുത്ത കാട്ടാനയെ മയക്കുവെടിവയ്ക്കാൻ ഉത്തരവിട്ടു. മരിച്ച അജീഷിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായധനം നൽകാനും കുടുംബത്തിൽ ഒരാൾക്ക് വനംവകുപ്പിൽ ജോലി നൽകാനും കളക്ടറേറ്റിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവും സാധ്യതകളും ജനസമക്ഷമെത്തിക്കുന്ന സംസ്ഥാന തദ്ദേശ ദിനാഘോഷത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി മന്ത്രി KN ബാലഗോപാൽ. ഈ മാസം 15 മുതലാണ് ആഘോഷം. കലാ സാംസ്കാരിക പരിപാടികൾക്കൊപ്പം കാഴ്ചയുടെ വിരുന്നൊരുക്കുന്ന പ്രദർശനവും സെമിനാറുകളും കൊട്ടാരക്കരയിൽ നടക്കുന്ന ആഘോഷത്തിന്റെ ഭാഗമാകും. സംസ്ഥാനത്ത് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് നിർമ്മിച്ച 44 തീരദേശ റോഡുകളുടെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. 23.12 കോടി രൂപ ചെലവിട്ടാണ് റോഡുകളുടെ നിർമ്മാണം. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ്, ജില്ലാ യുവജന കേന്ദ്രം, അവളിടം യുവതീ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഉയിർപ്പ് ലഹരി വിരുദ്ധ കലാജാഥയുടെ ജില്ലാതല ഉദ്ഘാടനം നാളെ വൈകുന്നേരം കൊട്ടാരക്കരയിൽ മന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കും. ഫ്ളാഗ് ഓഫ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി നിർവഹിക്കും. പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ A രാമചന്ദ്രന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. ഏറ്റവും ആധുനികമായ കലാസങ്കേതങ്ങളെ മനസ്സിലാക്കുന്നതിലും അതിനെക്കുറിച്ച് വിജ്ഞാനപ്രദങ്ങളായ ലേഖനങ്ങൾ എഴുതുന്നതിലും ചിത്രകലാരംഗത്ത് എന്നതിനൊപ്പം തന്നെ രാമചന്ദ്രൻ ശ്രദ്ധിച്ചുവെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപന വാർഡുകളിലും നാളെ ഡിജി സഭ കൂടുന്നതിന് തീരുമാനിച്ചു. ഡിജി കേരളം ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ പ്രചരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഓരോ വാർഡിലെയും മെമ്പറുടെ നേതൃത്വത്തിൽ ഡിജി സഭകൾ ചേരുന്നതിനുള്ള നടപടികൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർ സ്വീകരിക്കും. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന അണ്ടർ-19 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ നാളെ ഓസ്ട്രേലിയയെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ 2-3 ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തി. ഗുവാഹത്തിയിലായിരുന്നു മത്സരം. ഇന്ന് കൊൽക്കത്തയിൽ നടക്കുന്ന 2ാം മത്സരത്തിൽ മോഹൻ ബഗാൻ ഹൈദരാബാദ് പോരാട്ടം പുരോഗമിക്കുന്നു. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FC മത്സരം മറ്റന്നാൾ കൊച്ചിയിൽ നടക്കും. ഇതോടനുബന്ധിച്ച് തിങ്കളാഴ്ച അധിക സർവീസ് നടത്തുമെന്ന് കൊച്ചി മെട്രോ അറിയിച്ചു. മറ്റന്നാൾ രാത്രി 10 മണിക്ക് ശേഷം ടിക്കറ്റ് നിരക്കിന് 50% ഇളവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈവിംഗ് ലേണേഴ്സ് ലൈസൻസുകൾക്കായുള്ള അപേക്ഷയ്ക്ക് പൂർണ്ണമായതോ കഠിനമായതോ ആയ വർണ്ണാന്ധത ഇല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതായി മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. പ്രസ്തുത സേവനങ്ങൾക്കായി അപേക്ഷകർ പരിഷ്കരിച്ച ഫോം നമ്പർ IA ആണ് ഇനി മുതൽ ഉപയോഗിക്കേണ്ടത്. ലക്ഷദ്വീപിലെ കോടതികളിൽ പുതുതായി സ്ഥാപിച്ച സേവാ കേന്ദ്രങ്ങളിലൂടെ ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ടുകിടക്കുന്ന ദ്വീപ് നിവാസികൾക്ക് നീതിന്യായ സേവനങ്ങൾ സമയബന്ധിതമായി ലഭ്യമാകുമെന്ന് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ദേശായി. നിരന്തരമായ പരിശ്രമത്തിലൂടെയും ഫലപ്രദമായ നയരൂപീകരണത്തിലൂടെയുമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പുരോഗതിയുടെ പാതയിൽ തിരിച്ചെത്തിച്ചതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. രാജ്യസഭയിൽ ധവളപത്രത്തിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു കേന്ദ്ര ധനമന്ത്രി.
ലോക പുസ്തകമേളയ്ക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾക്കും കൌമാരക്കാർക്കുമുള്ള ദേശീയ ഡിജിറ്റൽ ലൈബ്രറിയും ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.